പക്ഷെ ഒറ്റ നിബന്ധന, മാലം യഉഖ വാലിദൈൻ, മാതാപിതാക്കളെ അവൻ വേദനിപ്പിച്ചവനാവാൻ പാടില്ല. എത്ര ഹജ്ജിന് പോകുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങൂല, ഒക്കെ ശരിയാണ്. പക്ഷെ ഉമ്മ ആ മകനെ ഓർത്ത് നീറിക്കഴിയുന്ന മോനാണ്. ഉമ്മയാണെങ്കിൽ, വാപ്പ ആ മോനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന വാപ്പയാണെങ്കിൽ, ദുനിയാവിൽ ഇതുവരെ ഒരു ആണും പെണ്ണും ഉമ്മയെയും വാപ്പയെയും കരയിപ്പിച്ചവര് സന്തോഷത്തോടെ മരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എന്റെ നമ്പർ ഇവിടെ സംഘാടകരയിലുണ്ട്, മെസ്സേജ് അയച്ചാൽ മതി. പ്രസംഗത്തെ ഞാനൊന്ന് തിരുത്തിക്കോളാം. നിങ്ങളുടെ മുന്നിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണത്. എന്നിട്ട് നമ്മൾ ഉമ്മയെ വേദനിപ്പിക്കുന്നതിന് കുറവുണ്ടോ? വാപ്പായെ സങ്കടപ്പെടുന്നതിന് കുറവുണ്ടോ? മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തിയവന് സമാധാനത്തോടെ ദുനിയാവിൽ നിന്ന് മരിക്കൂലേ? അങ്ങനെ ഉമ്മായും വാപ്പായും ഉപദ്രവിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച ഒരാളെ കാണിച്ച. ഒരു സഹോദരി മരണപ്പെട്ടു. നാടും വീടും പേരും കുടുംബവും പറയാൻ പാടില്ല. എന്റെ ഉമ്മാക്ക് അവരെ അറിയാം, എന്റെ സഹോദരിമാർക്ക് അവരെ അറിയാം. അവര് നോക്കി നിൽക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ ഉമ്മയുടെ മുകളിലേക്ക് ഈ മീൻ കഴുകിയ വെള്ളം ദേഷ്യം വന്നിട്ട് എടുത്ത് ഒഴിക്കുകയാണ്. എപ്പോഴും ഉമ്മയെ ഉപദ്രവമാണ്. ആ സമയത്ത് ആ ഉമ്മ ഈ മോളോട് പറയാണ്, നീ പുഴുത്തു മരിക്കുമെന്ന്. ഉമ്മ പറയാണ്, നീ പുഴുത്തു മരിക്കുമെന്ന്. അങ്ങനൊന്നും ഒരു കാരണവശാലും ഒരു ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കരുത്. ഉമ്മ എങ്ങനത്തെ ഉമ്മ ആയിക്കോട്ടെ, നിസ്കാരമില്ലാത്ത ഉമ്മ ആയിക്കോട്ടെ, ഈമാനില്ലാത്ത ഉമ്മ ആയിക്കോട്ടെ, ഈമാനൊന്നും ഇല്ല എന്റെ ഉമ്മ, അതുകൊണ്ട് എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞാലൊന്നും വലിക്കൂല, അള്ളാഹ് അതൊന്ന് നോക്കാൻ നേരമില്ല എന്നും പറയാൻ പാടില്ല. കൽബ് കാണുന്നവൻ പടച്ചോനാണ്. നീ പുഴുത്തു മരിക്കുമെന്ന് പറഞ്ഞു ആ ഉമ്മ മരണപ്പെട്ടു. കുറെ കാലം കഴിഞ്ഞ് ആ ഉമ്മ അത് പറഞ്ഞപ്പോ ആ മോള് ചവിട്ടി. ആ സഹോദരി മരണപ്പെട്ടിട്ട് ഇപ്പോ ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. 10-15-20 ദിവസമാവും. കാല് പഴുത്തിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ കയറിയവര് പറയാണ്, ദുർഗന്ധമായിരുന്നു, പുഴു വരുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ വാക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ കണ്ടു നിൽക്കാൻ പറ്റൂലടാ, കണ്ടു നിൽക്കാൻ പറ്റൂല, അള്ളാഹ് കാക്കട്ടെ എന്ന് പറഞ്ഞ ഉമ്മ എങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. ഇതൊരു പാഠമാണ്. വേദനയോടെ പ്രസവിച്ച ഉമ്മയെ നൊമ്പരപ്പെടുത്തി കിട്ടുന്ന പാഠം. നിങ്ങൾക്ക് തണ്ടും തടിയും തന്റെ ഇടമൊക്കെ ആവുമ്പോ, ഉമ്മയേക്കാൾ പൊക്കവും ഉമ്മയേക്കാൾ പണവും പവറും അധികാരവും ആരോഗ്യമൊക്കെ വരുമ്പോ ഒന്നെടുത്ത് മറിക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ അപകടമാണ്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അതിന്റെ ഒന്നാമത്തെ അടയാളം, മരിക്കണ സമയത്ത് ഒരു അണുകിട അളവ് സന്തോഷം അവൻ അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞു വിട്ടത്, ജിബ്രീലേ പെട്ടെന്ന് ചെല്ലുക, ആ സ്വഹാബി മടങ്ങി പോകുന്നതിന് മുമ്പ് ചെല്ലുക, മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുക, നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും സക്കാത്ത് കൊടുത്താലും നബിയേ ആ സ്വഹാബിയെ വിളിച്ചു പറയുക, നിന്റെ ഉമ്മയെ കരയിപ്പിക്കല്ലേ, എന്റെ വാപ്പയെ സങ്കടപ്പെടുത്തല്ലേ, എന്നാൽ മാത്രമാണ് സ്വർഗത്തിന്റെ സുഖമാസ്വദിച്ചവര് മരിക്കാൻ പറ്റൂ. ഇവിടെ വന്നിരിക്കുന്ന SKSSF-ന്റെ മക്കളോട് പറയുകയാ, അവരൊരിക്കലും അവരെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പറയുകയാണ്, വിശ്രമമില്ലാതെ ഈ പരിപാടിക്ക്, മജ്‌ലിസിന്, സമസ്തയുടെ സമ്മേളനങ്ങൾക്ക്, മറ്റു പ്രോഗ്രാമുകൾക്ക്, ആത്മീയമായ സാരോപദേശങ്ങൾ കൊടുക്കുന്ന ആത്മീയ സദസ്സുകൾക്ക്, ക്യാമ്പുകൾക്ക് വേണ്ടി രാപകലില്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്നവരാണ് നിങ്ങള്. ആ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, ഉമ്മയെ വേദനിപ്പിക്കല്ലേ, ഉമ്മയെ സങ്കടപ്പെടുത്തല്ലേ, ഉമ്മയെ നൊമ്പരത്തിലാക്കല്ലേ. അഭിമാനത്തോടെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കണേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, അവരെ സന്തോഷിപ്പിക്കണേ. അവര് കരഞ്ഞാൽ അതിന്റെ കാരണക്കാരായ മക്കളാണാകട്ടെ പെണ്ണാകട്ടെ, ഈ ദുനിയാവിൽ നിന്ന് സന്തോഷമുള്ള ഒരു മരണം കിട്ടില്ല. ആ മരണം കാണുന്ന മുഴുവൻ ആളുകളും പറയും, ഓ ഇതെന്തോ ഒരു മരണാണ്, ആ മുഖം കണ്ടോ, മുഖം കണ്ടോ, ഒട്ടകം ഞരങ്ങുന്ന പോലെ ഞരങ്ങും. മോശമായ മരണത്തിന്റെ അടയാളമാണ്. ഒരു ഞരങ്ങലും കണ്ണു തള്ളലും ഒരു വെപ്രാളവും ഒരു സമാധാനം ഉണ്ടാവൂല. ശാന്തമായി മരിക്കുന്ന എത്ര ആളുകളുണ്ട്. നമുക്ക് മരണം ആസ്വദിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ കുറയും. കാരണം നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ് ആസ്വദിക്കാൻ പറ്റൂല, നമ്മളാകെ കുഴപ്പക്കാരെന്നാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നത്, പടച്ചോനെ എനിക്ക് എൻ്റെ മരണം ആസ്വദിക്കണമെന്നാണ്.
നിങ്ങൾക്കതിന് പറ്റൂലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. മരണത്തെ ആസ്വദിക്കാൻ തയ്യാറായ പിന്നെ മരണത്തെ പേടിക്കും നമ്മൾ. നിങ്ങൾ ആലോചിക്കുക, മരണത്തെ നമ്മൾ ആസ്വദിക്കാൻ തയ്യാറാവാണ്, പിന്നെ നമ്മൾ മരണത്തെ പേടിക്കും. മരണമേ ഞാൻ നിന്നെ മാടി വിളിക്കുന്നു, കാമുകനായി നീ എന്നിൽ ലയിക്കുന്നു. ഉമർ ഖയ്യാമിന്റെ കവിതയാണ്. മരണത്തെ പ്രേമിക്കുകയാണ്. എല്ലാ ദിവസവും ഉമർ ഖയ്യാം കവിത എഴുതുകയാണ് മരണത്തിന് വേണ്ടി. മരണമേ നീ എവിടെയാണ്? ഇന്ന് വരുവോ? ഞാൻ കാത്തിരിക്കുകയാണ്, ഇന്ന് വരുവോ? കേൾക്കാൻ നല്ല രസാണ് അല്ലേ? നിങ്ങളെ ഡയറിയിൽ എഴുതി വെക്കോ, നാളെ ഞാൻ മരിക്കും, മരണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, എഴുതി വെക്കോ. സാധേ നാക്കെടുത്ത് അങ്ങനൊന്നും പറയല്ലേ, റബ്ബർ തോട്ടത്തിന് അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. ഷമീർ പറയും, അള്ളാഹു ഉസ്താദെ അടുത്ത രണ്ടിലോട് തടിയുടെ പണി വന്ന് കിടക്കാണ്, പൊന്നുസ്താദെ കുഴച്ചളയല്ലേ. സഹോദരിമാര് പറയും, മോക്ക് നല്ലൊരാലോചന വന്നതാ, ലണ്ടനിലാണ് ചെക്കന് ജോലി, ഇയാള് നാക്കെടുത്ത് ഈ മഴയത്ത് വാതേക്കാൻ വന്നത് കുഴപ്പമായോ എന്ന് ചിന്തിക്കണ്ട. പറഞ്ഞാലും പറഞ്ഞില്ലേലും മരിക്കും. കോട്ടുമല ബാപ്പു ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് ഞാൻ പാണക്കാട് തങ്ങളെ കാണാൻ വേണ്ടി ചെന്നതാ. ജിഫ്രി തങ്ങള് അന്നത്തെ പ്രധാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ അന്ന് റൂമിൽ വന്നിട്ട് അവരുടെ ഒരു സങ്കടം ഉണ്ടല്ലോ, തങ്ങളോട് പറയാൻ വന്നതാ. ലാസ്റ്റ് സ്റ്റേജാണ്, ബാപ്പു മൊയ്ലാരി വിട പറയാണ് എന്ന് പറയാൻ തങ്ങളെ കാണാൻ വന്നപ്പോ ഞാൻ എവിടെ ഉണ്ട്. എന്നോട് അന്ന് കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉസ്താദ് പറയാണ്, മോനെ ആരോടും വെളിയിലൊന്നും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുപ്രഭാതം, കടമേരി റഹ്മാനിയ, എന്തൊക്കെയാണ് ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഒറ്റയ്ക്ക് അന്ന് നേതൃത്വം കൊടുത്തത്. ഇന്ന് അതിന് പകരം വെക്കാൻ ഇവിടെ ഇരിക്കുന്ന ഫൈസുമാരും അൻവരിമാരും ഞാനും നമ്മളൊക്കെ കൂടിയേ പറ്റൂല. ഒരാൾക്ക് പകരം ഒരാളെ ഉള്ളൂ. സെയ്ദ് വൈദ്യൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപ്പ വലിയ കഴിവുള്ള, വലിയ പാണ്ഡിത്യമുള്ള, ചികിത്സ ചെയ്യുന്ന, അതിൽ വലിയ അറിവുള്ള ആളായിരുന്നു. പക്ഷെ മരണപ്പെട്ടു പോയി. നഷ്ടം തന്നെയല്ലേ? പകരം വെക്കാനില്ല. ഒരാൾ പോയാ പോയി, പകരം വെക്കാനില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മരണത്തെ നമുക്ക് ആസ്വദിക്കണം.